ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈസെക്ടേഴ്സ് എന്ന ചാപ്റ്ററാണ് കേട്ടോ. അതായത് നമ്മുടെ 7th ചാപ്റ്ററാണ്. എന്താണ് ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബൈസെക്ടേഴ്സ് ഓഫ് ലൈൻസ്, ഒരു ലൈനിനെ നമ്മൾ ബൈസെക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ബൈസെക്ടേഴ്സ് ഓഫ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈൻസിനെ നമ്മൾ എങ്ങനെയാണ് ബൈസെക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓൾ ലൈൻസ് വിച്ച് ഡിവൈഡ് എ ലൈൻ ഇൻറ്റു 2 ഈക്വൽ പാർട്സ് ആർ കോൾഡ് ബൈസെക്ടേഴ്സ് ഓഫ് ദാറ്റ് ലൈൻ. ഇപ്പോൾ നമ്മൾ ഒരു ലൈൻ എടുത്തിട്ട് ആ ലൈനിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുപാട് ലൈൻസ് വരയ്ക്കാൻ പറ്റില്ലേ. അപ്പോൾ ഈ ഒരു ലൈനിനെ ഞാൻ എന്ത് ചെയ്യാണ്, 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് നമുക്കതിനെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെയും ഇങ്ങനെയും അങ്ങനെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ തന്നെ പല ലൈനുകൾ വരച്ചിട്ട് നമുക്കതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 2 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്കതിനെ കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ എന്ത് പറയാം, അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ലൈനിനെയും നമ്മൾ ബൈസെക്ടേഴ്സ് ഓഫ് ലൈൻ, ആ ലൈൻ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ലൈൻ, അതിന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തു, ബൈസെക്ട് കൊടുത്തു എന്ന് പറയാം. അങ്ങനെ നമ്മൾ ബൈസെക്ട് ചെയ്ത് വരക്കുന്ന ഈ ലൈന്, ഈ ലൈന് നമ്മളിപ്പോൾ AB എന്ന് കൊടുക്കുകയാണെങ്കിൽ AB 6 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സെൻറ്റർ പോയിൻറ്റിന് O എന്ന പേരും കൊടുത്തു. അപ്പോൾ AO എത്രയായിരിക്കും? ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാന്നാണല്ലോ. അപ്പോൾ ഈ 10 സെൻറ്റിമീറ്റർ ഉള്ള AB എന്ന ലൈന് AO എന്ന ഭാഗത്ത് എന്താവും, എത്രയാവും, 5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും അല്ലേ. അതേപോലെ OBയും 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈനിന് 5 എന്ന് 2 പാർട്ടായിട്ട് മാറ്റുന്ന ലൈനുകളൊക്കെ നമ്മൾ ബൈസെക്ടേഴ്സ് ഓഫ് ലൈൻ എന്ന് പറയും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മളിതിൽ പറയാൻ പോകുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ലൈനിനെ നമുക്ക് പല രീതിയിലും കട്ട് ചെയ്തിട്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പല ലൈനുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ ലൈനിൽ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ലൈനിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ AB എന്ന ലൈൻ, ഇതിന് നമ്മൾ AB എന്നാണ് പേര് കൊടുക്കുന്നത്. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് നമുക്കൊരു ലൈന് കിട്ടുമല്ലോ, ഇതിനെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ്, 90 ഡിഗ്രിയിൽ. അപ്പോൾ ദ ലൈൻ ദാറ്റ് ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെൻറ്റ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ് അറ്റ് 90 ഡിഗ്രി ആംഗിൾ. 90 ഡിഗ്രി ആംഗിളിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ആംഗിളിനെ പെർപെൻഡിക്കുലർ ആംഗിളിനെയാണ്. അതായത് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ പെർപെൻഡിക്കുലർ ആണ് അല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കൂട്ടിമുട്ടാണ്ട് പോകുന്നതാണ്. ഇനി പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇതുപോലെ കൂട്ടിമുട്ടുന്നതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് മീൻസ് ഇങ്ങനെ വരക്കുന്നതും ഇതൊക്കെ പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് ഈക്വൽ പാർട്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുന്ന ഇതാണ് കേട്ടോ. 90 ഡിഗ്രി ഒക്കെ എന്താണ്, പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്ന ഒരേ ഒരു ലൈനെ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ അല്ലേ. 90 ഡിഗ്രിയിൽ ഇതുപോലെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിട്ട് അതിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൈസെക്ടർ ഓഫ് എ ലൈൻ എന്താണെന്ന് പഠിച്ചു, അതേപോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താണെന്ന് പഠിച്ചു. ലൈൻ എങ്ങനെയാണ് എല്ലാ രീതിയിലും നമുക്കതിനെ കട്ട് ചെയ്യും, അതായത് ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് പല രീതിയിലും കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. പല ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെങ്കിൽ അതിനെ 90 ഡിഗ്രിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, 90 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈന് വരച്ചു, AB എന്ന ലൈന് വരച്ചു. ഓക്കെ, ഈ ലൈനിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടറും വരച്ചു. ഓക്കെ, ഇനി എനി പോയിൻറ്റ് ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ലൈൻ ഈസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് എൻഡ് പോയിൻറ്റ്സ്. ഇനി ഞാൻ ഇതിലുള്ള ഒരു പോയിൻ്റ് എടുത്തു. ഈ AB എന്ന് ഞാനിവിടെ മാറ്റി വരയ്ക്കാൻ കേട്ടോ. AB എന്ന ഒരു ലൈന് വരച്ചു, അതിന് ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ബൈസെക്ടർ കൊടുത്തു. ഇനി ഇതിലുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഒരുപാട് പോയിൻറ്റുകൾ ചേർന്നതാണല്ലോ നമ്മുടെ ഈ ലൈൻ എന്ന് പറയുന്നത്. ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താണ്, അത് ഒരുപാട് പോയിൻറ്റുകൾ ചേർന്നതല്ലേ. അപ്പോൾ ഇതിലുള്ള ഞാൻ ഏതോ ഒരു പോയിൻ്റ് എടുത്തിട്ടോ, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറുള്ള ഒരു പോയിൻ്റ്. ഈ പോയിൻ്റ് അപ്പോൾ ഞാൻ എടുത്തത് ഈ ഒരു പോയിൻ്റാണ്. ഇത് ഞാൻ P എന്ന് പേര് കൊടുത്തു. ഈ പോയിൻറ്റിൽ നിന്ന്, അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ഈ ലൈനിൻ്റെ എൻഡ് പോയിൻ്റ് ഉണ്ടല്ലോ, എൻഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ A ഉണ്ട്, അതേപോലെ തന്നെ B ഉണ്ട്. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ഇത് രണ്ടും എന്തായിരിക്കും എന്ന് സെയിം ആയിരിക്കും, അതായത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ AP എന്ന് പറയുന്നതും BP എന്ന് പറയുന്നതും എന്താണെന്നാണ് പറയുന്നത്,
ഈക്വൽ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇനി ഞാൻ പോയിൻ്റ് എടുക്കുന്നത് വേറെയാണ്. ഇപ്പോൾ നമ്മൾ പി എന്ന പോയിൻ്റ് എടുത്തു. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഇവിടുത്തെ പോയിൻ്റ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുന്നതും അതേപോലെ തന്നെ ഇങ്ങോട്ട് വരക്കുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് ഈ എ ബി എന്ന ലൈനിൻ്റെ എൻഡ് പോയിൻ്റാണ് എയും ബിയും അല്ലേ. ആ എൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഈ ലൈനിൻ്റെ എൻഡ് പോയിന്റിലേക്ക് വരക്കുന്നതൊക്കെ എന്താണ്? ഈക്വൽ ആയിരിക്കും. എ പി ഇസ് ഈക്വൽ ടു ബി പി. അതായത് ഇത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബി പിയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതും 6 സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ. അതാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞതിനെ തന്നെ വേറൊരു രീതിയിൽ പറയുകയാണത്. ഇപ്പോൾ ഞാൻ എ ബി എന്ന ലൈന് ഇതിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന്, അതായത് എയും ബിയും എൻഡ് പോയിൻറ്റ്സ് ആണല്ലോ, ഇവിടെ നിന്ന് ഞാൻ സെയിം ഡിസ്റ്റൻസിൽ ഇതിപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ എടുത്തു, ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. അതേപോലെ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടും ലൈൻ വരച്ചു. ഓക്കെ, ഇപ്പോൾ രണ്ടും 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി നോക്കുക, എനി പോയിൻറ്റ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് എ ലൈൻ. ഒരു ലൈനിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിൽ നമ്മൾ വരക്കുന്ന ലൈനുകൾ ലൈസ് ഓൺ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഈ ഒരു രണ്ടും കൂടെ കൂട്ടി യോജിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ്, അതെന്തായിരിക്കും? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും കിടക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സ് രീതിയിൽ പറഞ്ഞതാണിത്. രണ്ടും സെയിം തന്നെയാണ്. അതായത് എ ബി എന്ന ലൈനിൻ്റെ രണ്ട് എൻഡിൽ നിന്നും, എ എന്ന എൻഡിൽ നിന്നും ബി എന്ന എൻഡിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ ഞാനൊരു ലൈൻ വരച്ചു. ഇത് 4 സെൻറ്റിമീറ്റർ വരച്ചു, ഇങ്ങോട്ടും 4 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഈ ഒരു പോയിൻ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും? ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഒരു പോയിൻ്റ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ വരക്കുന്ന ലൈനുകൾ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. രണ്ട് എൻഡിലേക്ക് വരക്കുന്നത് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഈക്വലായിട്ട് നമ്മൾ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അത് എൻഡ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, എയുടെയും ബിയുടെയും ലൈനുകൾ നമ്മളങ്ങനെ ഈക്വലായിട്ട് വരച്ചിട്ടുള്ള ലൈനുകൾ എൻഡ് ചെയ്യുന്നത് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കുമെന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. ഇനി നമ്മൾക്ക് കുറച്ച് കൺസ്ട്രക്ഷനാണ് പറയുന്നത്. അതായത് നമ്മളൊരു ലൈനിന് ബൈസെക്ടർ കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് നോക്കണേ. അപ്പം എങ്ങനെയാണിത് വരയ്ക്കുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഡ്രോ എ ബൈസെക്ടർ ടു എ ലൈൻ ഓഫ് 6 സെൻറ്റിമീറ്റർ. അതായത് 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ നമ്മൾ വരയ്ക്കുക, എന്നിട്ട് അതിന് ബൈസെക്ടർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു? എ ബി എന്ന ലൈൻ വരച്ചു. അത് 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇനി നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസിൽ എയിൽ നിന്നും ഇപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ ആണല്ലോ എടുത്തത് എ ബി, അതിനേക്കാളും ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ കുറവുള്ള ഒരു മെഷർമെൻറ്റ് നമ്മുടെ കോമ്പസിലേക്ക് നമ്മൾ അളന്നെടുക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ കോമ്പസിൻ്റെ ഒരു എൻഡ് നമ്മളിവിടെ കുത്തിയിട്ട്, അപ്പോൾ ഇത്രയും ഉണ്ടാവുമല്ലോ, ഇത്രയും ഭാഗം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ താഴോട്ടും ആർക്ക് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ ബി എന്ന പോയിന്റിൽ കോമ്പസ് ഒന്ന് ടച്ച് ചെയ്യാം. കോമ്പസിൻ്റെ ഒരു എൻഡ് അവിടെ എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. അതേപോലെ ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കാം. ഇനി ഈ രണ്ട് ലൈനുകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇത് ഞാനൊരു റഫ് പിക്ചർ വരച്ചതാണ്. ഈ ഒ ആണിത് എന്നുണ്ടെങ്കിൽ എ ഒയും ഒ ബിയും ഈക്വൽ ആയിട്ടുള്ള ഒരു ലൈൻ, ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ബൈസെക്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എ ബിയുടെ 6 സെൻറ്റിമീറ്റർ ഉള്ള എ ബിക്ക് നമ്മൾ ബൈസെക്ടർ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 3.25. അപ്പോൾ 3.25 നമ്മളൊരു സ്ക്വയർ വരയ്ക്കുക എന്നാണ് പറയുന്നത് അല്ലേ. 3.25 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ സ്കെയിലിൽ നമ്മൾക്ക് വരയ്ക്കാൻ പറ്റൂല അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കട്ടെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? നമ്മൾ 4 സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ സ്ക്വയറിന് ഇവിടെ 3.25 വരും, ഇവിടെയും 3.25 വരും, ഇതും 4 സൈഡും എന്തായിരിക്കും? 3.25 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് കേട്ടോ നോക്കുന്നത്. ഈ 3.25 നമുക്ക് സ്കെയിലിൽ ശരിക്കും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. 3.25 × 2 എത്രയാണ് വരുന്നത്? 6.5 വരും. ഇനി നമ്മൾ ഈ 6.5 എന്ന ലൈന് വരയ്ക്കും. എ ബി 6.5 വരുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കാം. ഇനി ഈ 6.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 3.25ൻ്റെ ഡബിൾ അല്ലേ. അപ്പോൾ 6.5ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൈസെക്ടർ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3.25 എന്ന മെഷർമെൻറ്റ് കിട്ടൂലേ.
ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെയാണ് ആർക്ക് വന്നതെന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ വരച്ചു, രണ്ടും ഞാൻ എന്ത് ചെയ്തു, കൂട്ടി യോജിപ്പിച്ച് വരച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? സപ്പോസ് ഞാനിത് ഒരു റഫായിട്ട് വരച്ചു എന്ന് മാത്രം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് എത്രയായിരിക്കും? 6.5ൻ്റെ പകുതിയല്ലേ കിട്ടുക, അതായത് 3.25 കിട്ടും. ഇതേപോലെ തന്നെ ഇവിടെയും കിട്ടുമല്ലോ നമ്മൾക്ക് 3.25 അല്ലേ. ഇത് നല്ല ഈക്വലായിട്ട് വരും കേട്ടോ. നിങ്ങൾ കോമ്പസൊക്കെ വെച്ചിട്ട് വരക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ തന്നെ വരും. ഞാനിപ്പോൾ ഇത് റഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ 3.25 ആണ്. ഈ 3.25നെ നമ്മൾ കോമ്പസിലേക്ക് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് നമുക്ക് ഈ ഒരു അളവിലേക്ക് നമ്മളതിനെ മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടായാലും കുഴപ്പമില്ല കേട്ടോ, ഇങ്ങോട്ടായാലും അതൊരു കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ എന്താണ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണല്ലോ വരുന്നത്. ഈ 3.25നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്തിട്ട് ഇനി അടുത്തത് നമ്മൾ നമ്മുടെ കോമ്പസിൻ്റെ എൻഡ് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇതേ മെഷർമെൻറ്റ് നമ്മൾ അടയാളപ്പെടുത്താം. ഓക്കെ, എന്നിട്ട് അടുത്തത് നമ്മൾ ഈ പോയിന്റിൽ നമ്മൾ നമ്മുടെ കോമ്പസ് ഒന്ന് വെച്ചിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടും ഒരു ആർക്ക് കൊടുക്കുന്നു. ഇനി അത് തമ്മിൽ നമ്മൾ യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഈ അളവും ഇതും ഈ മെഷർമെൻറ്റും എല്ലാം 3.25 കിട്ടും. ഓക്കെ, അപ്പോൾ അതും നമ്മൾ നമ്മുടെ വീഡിയോ ആയിട്ട് സെൻഡ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ കണ്ട് നോക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 4 1/4. ഈ 4 1/4 എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. 1/2 എന്ന് പറയുന്നത് എന്താണ്? 0.5 അല്ലേ. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ 1/4 എന്താണ്? 0.25 അല്ലേ. 0.25 എന്നാണ് നമ്മൾ പറയുക അല്ലേ. 0.25 ആണ്. ഓക്കെ, 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. ഇനി 4 1/4 എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? 4 1/4 is equal to 4.25. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4.25ൻ്റെ ഇരട്ടിയായിട്ട് നമ്മുടെ സ്കെയിലിൽ എടുത്തിട്ട് അതിന് ബൈസെക്ടർ കൊടുത്തിട്ടാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. അതേപോലെ നമ്മൾ ചെയ്യാം. ഓക്കെ, അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് റോംബസ് ആണ്. എന്താണ് റോംബസ് എന്ന് പറഞ്ഞാൽ? പോട്ടെ, അതിനു മുമ്പ് നമുക്ക് റോംബസ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പാരലലോഗ്രാം എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിട്ട്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ സൈഡും അതേപോലെ ഈ രണ്ട് സൈഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ പാരലലും ആയിരിക്കും അല്ലേ. ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വലും അതേപോലെ പാരലലുമായിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററലാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പാരലലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പാരലലോഗ്രാമിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് സൈഡുകൾ മാത്രമേ ഈക്വൽ ആവുള്ളൂ അല്ലേ. എല്ലാ സൈഡുകളും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഓക്കെ, അപ്പോൾ ഈ രണ്ട് സൈഡും രണ്ട് സൈഡ് എന്നല്ല, ഈ സൈഡും ഇതും ഇങ്ങനെ ഈ 4 സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാമാണ് എന്ത് പറയുന്നത്? റോംബസ് എന്ന് പറയുന്നത്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്വയറും പറയേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ പാരലലോഗ്രാം ഒരു പാരലലോഗ്രാമിൻ്റെ തന്നെ 4 സൈഡുകളും ഈക്വൽ ആണെങ്കിൽ അതാണ് എന്ത്? റോംബസ്. എ പാരലലോഗ്രാം വിത്ത് ഓൾ സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ഈസ് കോൾഡ് എ റോംബസ്. മനസ്സിലായല്ലോ? ഒരു റോംബസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലലോഗ്രാമാണ്. ഇനി എനി റോംബസ് ദ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. അതായത് ഇതിലിനി റോംബസിൻ്റെ വേറൊരു പ്രത്യേകതയാണ് കേട്ടോ ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പാരലലോഗ്രാം പറഞ്ഞ സമയത്തും അതിനെ ഇങ്ങനൊരു ലൈന് വരച്ചാൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണിത് ഡയഗണൽ അല്ലേ. ഓർമ്മണ്ടല്ലോ, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, അതേപോലെ ഇങ്ങോട്ട് വരയ്ക്കാം. ഇതാണ് ഡയഗണൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ നമ്മുടെ റോംബസിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഡയഗണൽസ് രണ്ടും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതറാണ്. ഇത് രണ്ടും ഡയഗണൽ ആണെങ്കിൽ ഈ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് സി ഡി ആണ് കിട്ടുക. സി ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് ബി എ ആണ് കിട്ടുക, അല്ലെങ്കിൽ എ ബി ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ. അതായത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും, അതേപോലെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. എയും ഇതിപ്പോൾ ഒ കൊടുക്കുകയാണെങ്കിൽ എയും ഒയും അതുപോലെ ഒയും ബിയും ഈക്വൽ ആയിരിക്കും. ഡിയും ഒയും സിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. രണ്ട് ഡയഗണൽസും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയാം. ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പറയുകയാണ്, ഈ രണ്ട് ഡയഗണൽസ് രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്.
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫിഗർ, ഈ ഫിഗർ എന്ത് ഫിഗറാണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇതെന്താണ്? റോംബസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ദെൻ ദ ക്വാഡ്രിലാറ്ററൽ ഈസ് എ റോംബസ്. അതൊരു റോംബസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. സെറ്റാണല്ലോ. ഇനി നമ്മൾക്ക് റോംബസ് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് നോക്കുക കേട്ടോ. ഡ്രോ എ റോംബസ് വിത്ത് ഡയഗണൽസ് 6.5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 4.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് റോംബസ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമാണല്ലേ. ഇവിടെ ഡയഗണൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയഗണൽസ് ആദ്യം നമ്മൾ ഡയഗണലാണ് ഇവിടെ വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ 6.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഡയഗണൽ വരച്ചു. ഓക്കെ, ഇതിന് ഞാൻ AB എന്ന് കൊടുത്തു. 6.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ അടുത്തത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൊടുക്കണം. ഓക്കെ, നമുക്കറിയാലോ 2 ആർക്കൊക്കെ വരച്ചിട്ടാണ് നമ്മളത് ചെയ്യാറുള്ളത് അല്ലേ. കാരണം ഞാൻ എന്ത് ചെയ്തു? ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? അടുത്ത ഡയഗണൽ വേണം. അടുത്ത ഡയഗണൽ ഇവിടെ എത്രയാണ് പറയുന്നത്? 4.5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ടോട്ടലി 4.5 സെൻറ്റിമീറ്റർ വരണം ആണല്ലോ. ഇപ്പോൾ ഇതിപ്പോൾ ടോട്ടലി എത്രയുണ്ട്? 6.5 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഡയഗണൽ വേണ്ടത് 4.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 4.5 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് എടുത്താലല്ലേ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 4.5 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 2.25 ആണല്ലോ വരുന്നത്. ഈ 2.25 നമുക്ക് ഇങ്ങോട്ട് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് 4.5 എടുത്തിട്ട് 4.5 നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ആദ്യം സ്കെയിലിൽ മെഷർ ചെയ്യാം. ഇപ്പോൾ ഇത് ടോട്ടലി 4.5 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്കിതിനെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് കിട്ടും? ഇവിടുന്ന് ഇങ്ങോട്ടും 2.25 ആയിരിക്കും, ഇങ്ങോട്ടും 2.25 ആയിരിക്കുമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ 4.5ന് ബൈസെക്ടർ കൊടുത്താൽ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ എന്ത് കിട്ടി? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2.25 ആയിട്ട് കിട്ടി അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ലൈനിന് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിലും നമ്മൾ എന്ത് കൊടുക്കണം? ബൈസെക്ടർ കൊടുക്കണം. 4.5 എടുക്കുന്നു. എന്നിട്ട് അപ്പോൾ ഞാനിവിടെ 4.5 എടുത്തിട്ട് ബൈസെക്ടർ കൊടുക്കുമ്പോൾ എനിക്ക് ഏകദേശം ഇങ്ങനെയൊരു സ്ഥലം കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ ഈ 4.5ൽ നിന്ന് ഇങ്ങോട്ട് ഇത് രണ്ടും എന്തായിട്ട് മാറി? 2.25ഉം ഇവിടെ 2.25 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ ശരിക്കും ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഈ AB എന്ന പോയിൻറ്റ് 6.5 ആണ്. ഇനി ഈ പോയിൻറ്റിൽ നിന്ന് നമുക്ക് നേരത്തെ ബൈസെക്ടർ കിട്ടിയിട്ടുള്ള ഈ പോയിൻറ്റിൽ നിന്ന് ഈ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4.5 ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ഈ ഡയഗണൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടി. ഇനി അത് തമ്മിലൊന്ന് യോജിപ്പിക്കാം. ഇങ്ങനെ വരക്കുന്നു, ഇത് തമ്മിൽ യോജിപ്പിക്കാം, ഇത് തമ്മിൽ യോജിപ്പിച്ചു, ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ചു. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് എന്തായി? 6.5 സെൻറ്റിമീറ്ററും 4.5 സെൻറ്റിമീറ്ററും ഡയഗണൽസ് ഉള്ള ഒരു റോംബസ് കിട്ടി. ഓക്കെ, സെറ്റാണല്ലോ. ഇനി അടുത്ത് നമ്മൾക്ക് വരയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇവിടെ 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും അല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 6 സെൻറ്റിമീറ്റർ വരച്ചു, അതല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ നമുക്ക് വരക്കാം കേട്ടോ. ഇതിനെന്ത് ചെയ്തു? ഞാൻ 2 ആർക്കൊക്കെ വരച്ചിട്ട് ബൈസെക്ടർ കൊടുത്തു. ഇനി 4 സെൻറ്റിമീറ്റർ ആണല്ലോ അടുത്തത് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 4ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടും 2 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിലിലോ കോമ്പസിലോ ഒക്കെ അളന്നിട്ട് അടയാളപ്പെടുത്തിയിട്ട് ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ അങ്ങ് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന സമയത്ത് AB 6 സെൻറ്റിമീറ്ററും ഇപ്പോൾ നമ്മൾക്ക് CD ആണ് പേര് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ CD 4 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്തത് 6.5ഉം 4ഉം ആണ് അല്ലേ. 6.5 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈന് വരയ്ക്കുക, അതിന് ബൈസെക്ടർ കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്ററും താഴോട്ട് 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. അത് തമ്മിൽ അങ്ങ് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് റോംബസിൻ്റെ കേസിൽ. ഇനി അടുത്തത് നമ്മൾ ആംഗിളിന് എങ്ങനെയാണ് ബൈസെക്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ. നമ്മൾ നേരത്തെ ലൈനിനെ ബൈസെക്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഒരു ലൈൻ എടുത്തു, നമ്മൾ ആ ലൈനിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈനിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 സെൻറ്റിമീറ്ററും ഇങ്ങോട്ട് 5 സെൻറ്റിമീറ്ററും നമുക്ക് കിട്ടി. അതേപോലെ നമ്മൾ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 60 ഡിഗ്രി ആണ് നമ്മുടെ ആംഗിൾ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആംഗിളിനെ 30 ഡിഗ്രി എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ബൈസെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ബൈസെക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആംഗിൾ ബൈസെക്ട് ചെയ്യുമ്പോഴും ഈക്വലായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യുന്നതെന്നാട്ടോ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്.
ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു മെഷർമെൻറ്റ് 90 ഡിഗ്രിയുടെ മെഷർമെൻറ്റാണ് ഞാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ബാക്കിയുള്ളത് നമ്മൾ വീഡിയോയിൽ നോക്കുക കേട്ടോ. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഒരു 90 ഡിഗ്രി ഞാൻ ഇവിടെ എടുത്തെഴുതി. ഓക്കെ, 90 ഡിഗ്രി ആംഗിൾ ഞാനിവിടെ വരച്ചു. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും രണ്ടും എന്താവണം, സെയിം ഡിസ്റ്റൻസ് വരണം. ആ രീതിയിൽ ഞാൻ കോമ്പസിൽ ഇങ്ങോട്ടും ഒന്ന് മെഷർ ചെയ്തു. ചെറിയൊരു ഡിസ്റ്റൻസ്, ഒരു 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതി. അതേപോലെ തന്നെ ഒരു 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങോട്ട് മെഷർ ചെയ്യാം. ഓക്കെ, കോമ്പസിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് നിങ്ങളുടെ കോമ്പസ് കുത്തിയിട്ട് നിങ്ങളത് ഈ പകുതിയിൽ കൂടുതൽ മെഷർ ചെയ്തിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ആർക്ക് വരക്കുന്നു. ഇവിടെയാണ് കേട്ടോ നമ്മൾ പിന്നീട് കോമ്പസ് വെക്കുന്നത്, ഈ ഒരു ഭാഗത്ത്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ആർക്ക് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് ഈ എൻഡിലേക്കൊരു ലൈന് വരച്ച് കൊടുക്കുന്ന സമയത്ത് 90 ഡിഗ്രി ഉള്ളത് ഇത് 45 കിട്ടുന്നു, ഇത് 45 കിട്ടുന്നു. ഓക്കെ, ഇതാണ് ആംഗിൾ ബൈസെക്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള രീതി. ഇനി നമുക്ക് ഇതൊക്കെ പല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇവിടെ പ്രൊട്രാക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കോമ്പസും റൂളറും മാത്രമാണ് നമ്മൾ യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പല രീതിയാണ്, ബേസിക് ആയിട്ടുള്ള രീതിയാണ് ഞാനിതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓരോന്നും വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, നിങ്ങളത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.